മക്കളെ, കീമിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ടിൻ്റെയും ആർക്കിടെക്ചർ കോഴ്സുകളുടെ ഫസ്റ്റ് റൗണ്ടിൻ്റെയും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. ഒന്ന്, എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയ കുട്ടിയും ആർക്കിടെക്ചറിലെ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കുട്ടികളും. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ കുട്ടികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കാണാം. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കുട്ടിയുടെ പേരുണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, ഏത് കോളേജിലാണ്, ഏത് കോഴ്സിനാണ്, എന്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ കിട്ടിയ കാറ്റഗറി, ഏത് കാറ്റഗറിയിലാണ് കിട്ടിയത്, എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത്, നിലവിൽ എത്ര അടച്ചിട്ടുണ്ട്, ഇനി എത്ര അടയ്ക്കാൻ ബാക്കിയുണ്ട്, എല്ലാം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഡീറ്റെയിൽ ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം എന്താണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി അലോട്ട്മെൻറ്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് ഹോം പേജിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ റൗണ്ടിൽ കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ പിന്നീട് കിട്ടൂല. അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് വേറെ സീറ്റ് കിട്ടിയാൽ അലോട്ട്മെൻറ്റ് മെമ്മോ മാറും. അതുകൊണ്ട് ഈ റൗണ്ടിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഒരു പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടേക്കുക. അതായത് പിന്നീട് ഒരു ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ച് വയ്ക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അവരുടെ ഹോം പേജിൽ ഡേറ്റ ഷീറ്റ്, നിങ്ങൾ ഹോം പേജിൽ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും, നിങ്ങളുടെ പ്രൊഫൈലുണ്ടാവും, ഡേറ്റ ഷീറ്റ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഞാൻ ആ പ്രൊഫൈൽ പേജൊക്കെ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ചെക്ക് ചെയ്താലും മനസ്സിലാവും. എന്നിട്ട് ഡേറ്റ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഈ ഡേറ്റ ഷീറ്റും ഈ അലോട്ട്മെൻറ്റ് മെമ്മോയും പിന്നെ പ്രോസ്പെക്ടസിൻ്റെ ക്ലോസിൽ 11.7.1 പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, ആ ഡോക്യുമെൻ്റ് എന്താണെന്ന് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. ഇതെല്ലാമായിട്ട് നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി അലോട്ട്മെൻറ്റ് പ്രകാരം എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഫീസ് ജൂലൈ 20 തുടങ്ങി ജൂലൈ 24 ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പ് ഓൺലൈനായിട്ട് അടയ്ക്കണം. എന്നിട്ട് ജൂലൈ 24 വൈകിട്ട് 4 മണിക്കുള്ളിൽ കോളേജിൽ ജോയിൻ ചെയ്യുകയും വേണം. അതേപോലെ ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ച എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഫീസ് ഇതേ 20 തുടങ്ങി 24 വരെ 24 3 മണിക്കുള്ളിൽ ഓൺലൈനായിട്ട് അടയ്ക്കുക. 24 വൈകിട്ടുള്ളിൽ 4 മണിക്കുള്ളിൽ കോളേജിൽ പ്രവേശനം നേടുക. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയാലും ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയാലും നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഫീസ് അടയ്ക്കേണ്ട സമയം 24 ഉച്ചയ്ക്ക് 3 മണി വരെയാണ്. 4 മണി വരെ, അതേ ദിവസം 4 മണി വരെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് 20 ശേഷം എപ്പോൾ വേണമെങ്കിലും പറ്റും. അപ്പോൾ മാക്സിമം നേരത്തെ ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും എറർ മറ്റോ പറഞ്ഞാൽ നമുക്കത് മാറ്റി കൊടുക്കാനുള്ള സമയം കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു ചെറിയ പ്രശ്നമുള്ളത് ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കുട്ടി സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടില്ലെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. കാരണം നിലവിൽ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കയ്യിൽ ഒരു സീറ്റ് ഉണ്ട്, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും കിട്ടാത്ത കുട്ടിക്ക് ഇത് ബാധകമല്ല. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടി സെക്കൻഡ് റൗണ്ടിൽ അപ്ഗ്രേഡ് ആയ കുട്ടിയും റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടി സെക്കൻഡ് റൗണ്ടിൽ അപ്ഗ്രേഡ് ആവാത്ത കുട്ടിയും റിപ്പോർട്ട് ചെയ്യണം. ഈ 2 കൂട്ടരും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, ഫീസ് അടച്ചില്ലെങ്കിൽ, കോളേജിൽ പോയില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആവും. ഇനി നിങ്ങളെ മോപ്പപ്പിൽ മാത്രമാണ് പരിഗണിക്കുക. അടുത്ത റൗണ്ട്, തേർഡ് റൗണ്ടായി നടത്തിയാൽ നിങ്ങളെ പരിഗണിക്കില്ല. ഇനി എഞ്ചിനീയറിംഗ് കോഴ്സിന് 1ാം ഘട്ടത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായ അലോട്ട്മെൻറ്റ് 2ാം ഘട്ടത്തിൽ ലഭിച്ചവർ അഡീഷണൽ തുക, അതായത് ഫീസ് കൂടിയിട്ടോ വ്യത്യാസമോ മറ്റോ ഉണ്ടെങ്കിൽ ആ തുക എൻട്രൻസ് കമ്മീഷണർക്ക് ഓൺലൈനായിട്ട് അടയ്ക്കണം. അതേപോലെ എന്നിട്ട് വേണം കോളേജിൽ ജോയിൻ ചെയ്യാൻ. കോളേജിൽ ഫീസ് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അത് കോളേജുകളിൽ തന്നെ അടയ്ക്കുകയും വേണം. ഇനി നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അധിക തുക അതുണ്ടെങ്കിൽ അടയ്ക്കാത്ത കുട്ടികളുടെയും കോളേജിൽ ഹാജരായി എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ 1ാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിൽ തുടരുന്നവരുൾപ്പെടെ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് റദ്ദാവും. അത് നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിലും നിങ്ങൾ പുറത്താവും, നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുറത്താവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1ാം റൗണ്ടിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരുന്നു, സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളും കോളേജിൽ പോകണം. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്. ഇനി കോളേജിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. നിലവിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും, അത് ഫസ്റ്റ് റൗണ്ടിലായിക്കോട്ടെ സെക്കൻഡ് റൗണ്ടിലായിക്കോട്ടെ, ഏത് റൗണ്ടിൽ കിട്ടിയതാണെങ്കിലും തുടരുന്നവരും, ആർക്കിടെക്ചർ കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ 24 വൈകിട്ട് 4 മണിക്കകം പ്രവേശനം നേടണം. ഇനി എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജിൽ പ്രവേശനം നേടേണ്ട തീയതിയും സമയവും ഒക്കെ അറിയാൻ ജസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുമായിട്ട് ബന്ധപ്പെടാം.
ചിലപ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കോഴ്സ് ഒരു പർട്ടിക്കുലർ റാങ്ക് തുടങ്ങി ഒരു റാങ്ക് വരെയുള്ളവരോട് ഒരു ദിവസവും ഒരു ഷെഡ്യൂളും ഒക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഒരു ഷെഡ്യൂളോ മറ്റോ പറയുന്നുണ്ടെങ്കിൽ അത് കോളേജിൻ്റെ സൈറ്റിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്താൽ അവർ പറയും. അവർ പറയുന്ന സമയത്ത് അപ്പോൾ എന്ന് വേണം എപ്പോഴാണ് ചെല്ലേണ്ടത്. ഇപ്പോൾ ചിലർക്ക് 21-ാം തീയതിയാണ് പറയുന്നതെങ്കിൽ ചിലർക്ക് 22-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഒന്ന് കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ കോളേജിലേക്ക് പോകാൻ. ഇനി പ്രോസ്പെക്ടസിൻ്റെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകൾ ഒന്ന് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ SSLC കൊണ്ടുപോകാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം. ഇതൊക്കെ പെർമിറ്റഡാണ്. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് ഇതിലേതെങ്കിലും ഒന്ന്. അതേപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് അറ്റൻഡഡ്, ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിലെ TC കൊണ്ടുപോകണം. ഇനി കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റിന് ഒരു പ്രശ്നം, റിപ്പീറ്റ് ഒക്കെ ചെയ്ത കുട്ടികളാണെങ്കിൽ 6 മാസത്തെ വാലിഡിറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറോട് വാങ്ങുന്ന ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മുടെ കീമിൻ്റെ പ്രോസ്പെക്ടസിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഫിൽ ചെയ്ത് കൊണ്ടുപോയാലും മതി. ഇനി ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് ഹയർ സെക്കൻഡറിയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, ഫോട്ടോ കോപ്പി അല്ല. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇത് ആർക്കാണ് ബാധകമെന്ന് ചോദിച്ചാൽ ഇത് വേണ്ടാത്തത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ കേരളത്തിലെ സ്റ്റേറ്റ് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചവർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചവർ, അല്ലെങ്കിൽ CBSE പഠിച്ചവർ, ICC പഠിച്ചവരൊന്നും വേണ്ട. നേരെ തിരിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ മാത്രം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. ഇനി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് എല്ലാവർക്കും ബാധകമല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നതൊക്കെ TC ആൻഡ് മൈഗ്രേഷൻ ആയിരിക്കും. അപ്പോൾ അത് തന്നെ മതിയാവും. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കീമിൻ്റെ പ്രോസ്പെക്ടസിലെ ഈ അനക്സറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ആ ഫോർമാറ്റ് എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ ശ്രദ്ധിക്കുക. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണം വാങ്ങാൻ. അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറോട് അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരാണുള്ളതെന്ന് അവർ പറയും. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു OP ടിക്കറ്റ് എടുത്ത് ആളെ കണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതേപോലെ റെസിപ്റ്റ് ഓഫ് ഫീ റെമിറ്റഡ്, നിങ്ങൾ ഈ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്, അത് ട്രാൻസാക്ഷൻ ID കാണിക്കുന്ന ഡോക്യുമെൻറ്റ്. നിങ്ങൾ ഓൺലൈനായിട്ട് അടച്ചതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൽ ട്രാൻസാക്ഷൻ കാണിക്കുന്ന പേജിൻ്റെ കോപ്പിയും ഒക്കെ കൊടുക്കുക. ഡേറ്റ ഷീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ ഷീറ്റ് കാണാം. ആ ഡേറ്റ ഷീറ്റ്. ദെൻ അഡ്മിറ്റ് കാർഡ് ഓഫ് NEET UG 2026. ഇത് മെഡിക്കലിനേ ഉള്ളൂ. ഈ എഞ്ചിനീയറിങ്ങിനോ ആർക്കിടെക്ചറിനോ പോകുന്നവർ ഇത് കൊണ്ടുപോകേണ്ടതില്ല. ആർക്കിടെക്ചറിന് പോകുന്നവർ എന്ത് ചെയ്യുക, നാറ്റായുടെ സ്കോർ കാർഡ് കൊണ്ടുപോവുക. ഓക്കെ. അതേപോലെ നാറ്റായുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാം. എഞ്ചിനീയറിങ്ങിനുള്ള ഒരു കീമിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ നോർമലി അവരത് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ മെഡിക്കൽ അലൈഡ് കോഴ്സ് അല്ലെങ്കിൽ മെഡിക്കലിൻ്റേത് വരുമ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറിൽ ഇത് ബാധകമല്ല. ദെൻ അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ CE. അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റാ ഷീറ്റിൻ്റെ മേലെ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. ആൻഡ് എനി അതർ ഡോക്യുമെൻറ്റ് റിക്വയർഡ് ഇൻ അലോട്ട്മെൻറ്റ് മെമ്മോ നോട്ടിഫിക്കേഷൻ. അതായത് ഇനിയിപ്പോൾ ഉള്ള ഡോക്യുമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊരു OBC NCLൽ സീറ്റ് കിട്ടിയ കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ NCL ഒരു വാലിഡ് NCL സർട്ടിഫിക്കറ്റ്. നിലവിൽ ഇപ്പോൾ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ വാലിഡിറ്റി ഉള്ളൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പുതിയത് വാങ്ങുക. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC ST കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS ഉള്ള കുട്ടികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അങ്ങനെ നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്ത ഡോക്യുമെൻറ്റുകൾ കൂടി കൊണ്ടുപോകണം. ഇത്രയാണ് ഡോക്യുമെൻറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ചെയ്യേണ്ട പ്രൊസീജിയറും കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അപ്ഡേറ്റ് വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.